ഇതിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? GDP തകരുന്നതിന്റെ അടിസ്ഥാന ഘടകമാണ് ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത്. ഒരുപക്ഷെ കേരളത്തിൽ നമുക്കത് അത്ര ബോധ്യമാവില്ല. ഞാൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്കറിയാം, ഇത് അത്ര ബോധ്യമാവില്ല നമുക്ക്. കാരണം നമ്മളൊക്കെ ഒരു പ്രവാസ സമൂഹവും അത്യാവശ്യം ചെറിയ മോശമല്ലാത്ത ബിസിനസ്സുകളിലൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇന്ത്യയിലെ പൊതു സാമൂഹ്യാവസ്ഥ അതല്ല. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് തകർന്നു തരിപ്പണമായിരിക്കും. ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന് പിടിച്ചു നിൽക്കാൻ ആവാത്ത വണ്ണം തകർന്നിരിക്കുന്നു. മുതലാളിമാർ പിന്നെയും 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 മുതലാളിമാരാകുക, ഇട സമൂഹം എന്ന് പറയുന്നത് തകരുക, പാവപ്പെട്ടവൻ പിന്നെയും പിന്നെയും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുക. ഇതാണ് വർത്തമാനകാല ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിങ്ങളൊരു കാർ ഷോറൂമിൽ പോയാൽ ടയോട്ടയൊക്കെ വലിയ ഡിമാൻഡാണ് പറയുന്നത്. ഒരു ഇന്നോവ ചോദിച്ചാൽ 6 മാസം എന്നൊക്കെ വലിയ പുളുവടിയാണ്. നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയി നോക്കൂ. കാർ എടുക്കണമെന്ന് തോന്നിയാൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും, കാത്തിരിക്കണ്ട. കാരണം അവിടെ വാങ്ങാൻ ആളില്ല. കേരളം നേരെ തിരിച്ചാണ്. മാരുതിയുടെ ചെയർമാൻ പറയുന്നത് കാർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുമോ, അത്രമേൽ കാർ കമ്പനികൾ പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിലെ ഇടനിലക്കാരന്റെ സാമൂഹ്യ ജീവിതത്തിൽ അവർക്ക് പറ്റുന്ന ചെറിയ കാറുകൾ ആളുകൾ വാങ്ങാനില്ല എന്ന് പറയുന്നത് അവർ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നോക്കൂ, നിങ്ങള് ഡോളറിന് ഇന്നത്തെ റേറ്റ് 86 ആയിരിക്കും. ഞാൻ മിനിഞ്ഞാന്ന് പ്രസംഗിക്കുമ്പോൾ 85, വരുമ്പോൾ ഞാൻ നോക്കിയത് 86 ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രൂപയുടെ വിലയിടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJPയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചത് ഡോളറിനെ 40 കൊണ്ടുവരുമെന്നാണ്. വിടുവായത്തരം ആർക്കും പറയാലോ. 40 വേണ്ട സുരേന്ദ്ര, 50 വേണ്ട, 60 വേണ്ട, 70 ആ ഡോളറിനെ മൻമോഹന്റെ കാലത്തെ പോലെ നിർത്താൻ എന്ത് നിങ്ങൾക്ക് കഴിയാത്തത്? രാജ്യത്തിന്റെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോയിരിക്കുന്നു. രാജ്യത്തിന്റെ സകലമാന മൗലികതകളും തകർന്നിരിക്കുന്നു. ഇവിടെ ഉള്ളത് അദാനി മാത്രമാണ്. അദാനി ആവട്ടെ നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ്. വേറെ ഏത് കമ്പനിയുണ്ട്? ബാക്കിയെല്ലാം തകരുന്നു. ഇന്ത്യയിൽ അദാനി മാത്രം തടിച്ചു കൊടുക്കുന്നു. 2200 കോടിയുടെ അഴിമതിയാണ്, കൈക്കൂലി വാങ്ങി എന്ന പേരാണ് അമേരിക്കയിൽ അദാനിക്കുള്ളത്. അവിടെ അയാൾക്കെതിരെ പ്രോസിക്യൂഷൻ ആരംഭിച്ചിരിക്കുന്നു. അമേരിക്ക അദാനിക്ക് കാലുകുത്താൻ